ഡോക്ടർ, ആ തോറ്റ MLA കാണാൻ വന്നിട്ടുണ്ട്. രോഗിയായിട്ടാണ് വന്നതെങ്കിൽ ക്യൂവിൽ നിൽക്കാൻ പറയും. അല്ല വേറെന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ തിരക്കൊഴിയുന്നവരെ കാത്തുക്കാൻ പറയും. ഓ, സാറിനോട് ഇപ്പൊ തന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. തെച്ച് വേറെ എടുത്ത് ഇരുന്ന് നിങ്ങളോടല്ലേ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത്? പുറത്ത് നിന്ന് നിൽക്കാൻ. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നിങ്ങളോട് അകത്തേക്ക് അല്ലാനാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് എന്തായി? വിശ്വസിച്ച് അകത്തേക്ക് എന്നപ്പോ ചെകിട്ട തടിയൊടുങ്ങി തെറിച്ച മാതിരിയല്ലേ MLA പുറത്തേക്ക് പോകുന്നത്. ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? ഈ പ്രാന്തി ഞാൻ മാറ്റിത്തരാം. ഇതങ്ങനെ കേരള ലെവലിൽ ചിന്തിച്ചാ പോരാ, കേന്ദ്ര ലെവലിൽ ചിന്തിക്കണം. പറ്റുമോ? എടോ, താൻ വെറും ഒരു കമ്പൗണ്ടറാ. തീർച്ചയായിട്ടും. തനിക്ക് രാഷ്ട്രീയം പറഞ്ഞാൽ മനസ്സിലാവൂന്ന് എനിക്കറിയില്ല. പറഞ്ഞോളൂ. രാഷ്ട്രീയത്തിൽ ചില ചുവടുവെപ്പുകളൊക്കെ ഉണ്ട്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെ? ഇങ്ങനെ. ഇങ്ങനെ